പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. മനസ്സിൻ്റെ ആകർഷണ ശക്തി അഥവാ ലോ ഓഫ് അട്രാക്ഷൻ ഉപയോഗിച്ച് ജീവിതത്തിൽ എങ്ങനെ വിജയിക്കാം എന്നതാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം. മനസ്സിനെ പാകപ്പെടുത്തുന്നതിലൂടെ, മനസ്സിനെ ശാന്തമാക്കുന്നതിലൂടെ, മനസ്സിനെ ലക്ഷ്യത്തിലേക്ക് ക്രമീകരിക്കുന്നതിലൂടെ, മനസ്സിൽ കൃത്യമായ ലക്ഷ്യബോധമുണ്ടാക്കുന്നതിലൂടെ നമ്മൾ മനസ്സിൽ വിചാരിച്ചതൊക്കെ നേടിയെടുക്കാൻ സാധിക്കുന്ന രീതിയിൽ നമുക്ക് നമ്മളെ പാകപ്പെടുത്തേണ്ടിയിരിക്കണം. മനസ്സിൻ്റെ ശക്തി അഥവാ മനസ്സിൻ്റെ ആകർഷ ശക്തി എന്ന് പറയുന്നത് നമ്മൾ എവിടേക്കാണോ ഫോക്കസ് ചെയ്യുന്നത് അത് നമ്മുടെ ജീവിതത്തിലേക്ക് ലഭിക്കും എന്നതാണ്. മനസ്സിനെ ശാന്തമാക്കുമ്പോൾ മാത്രമാണ് നമുക്ക് ആവശ്യമായ കാര്യം ലഭിക്കുക എന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ പറഞ്ഞു വരുന്നത്, ഇത്രയും ദിവസത്തെ ക്ലാസ്സിൽ നമ്മൾ സെൽഫ് ലവിനെ പറ്റി പഠിച്ചു, ചില ടെക്നിക്കുകൾ പഠിച്ചു, മറ്റു കാര്യങ്ങളൊക്കെ പഠിച്ചു. പക്ഷേ ഇതെല്ലാം ഉണ്ടാകുമ്പോഴും എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, ഭാരമേറിയ മനസ്സുമായി ആണ് ഇതെല്ലാം പ്രാക്ടീസ് ചെയ്യുന്നതെങ്കിൽ ഒരിക്കലും നമുക്കത് സാധ്യമാവില്ല എന്ന് മനസ്സിലാക്കുക. കാരണം മനസ്സിനെ ലളിതമാക്കുന്നതിലൂടെ, മനസ്സിനെ സ്വസ്ഥമാക്കുന്നതിലൂടെ, മനസ്സിനെ ശാന്തമാക്കുന്നതിലൂടെ മാത്രമേ അവിടെ എന്തെങ്കിലും ഫലങ്ങൾ ഉണ്ടാവുള്ളൂ എന്ന് മനസ്സിലാക്കുക. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ, നല്ലൊരു വിള കിട്ടാൻ വേണ്ടി നമ്മൾ കൃഷിഭൂമി തയ്യാറാക്കാത്തിടത്തോളം കാലം, കൃഷിഭൂമിയെ കൃത്യമായി പാകപ്പെടുത്താതെ, അല്ലെങ്കിൽ കൃഷിഭൂമിയെ നമുക്ക് വേണ്ട രീതിയിൽ കിളച്ച് മറിച്ച് വെള്ളം തെളിച്ച് ആ മണ്ണിനെ സോഫ്റ്റാക്കാത്തിടത്തോളം കാലം അവിടെ നല്ല വിളകൾക്ക് സാധ്യതയില്ല എന്ന് തിരിച്ചറിവിലൂടെ നമുക്ക് കാര്യത്തെ എപ്പോഴും അവലോകനം ചെയ്യണം. അപ്പോൾ സ്വസ്ഥമായ മനസ്സുമായിട്ട് വേണം നമുക്ക് ജീവിതത്തിൽ എന്തെങ്കിലും സംഭവം നേടാനെന്നുള്ള ഓർമ്മപ്പെടുത്തലോടുകൂടി ഞാൻ എന്നും പറയാറുള്ള പോലെ എൻ്റെ ക്ലാസ് കേൾക്കുന്നതിന് തൊട്ട് മുമ്പായി ഞാൻ തന്ന മെഡിറ്റേഷൻ ഒന്ന് പ്രാക്ടീസ് ചെയ്തിട്ട് വരിക. അപ്പോൾ കുറേ സ്വസ്ഥമുണ്ടാവും നിങ്ങളുടെ മനസ്സിൽ. അതിലൂടെ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റൂ. അപ്പോൾ ഇന്നത്തെ വിഷയം, നമ്മുടെ മനസ്സിലിരിക്കുന്ന ഭാരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പേറി നിൽക്കുന്ന ഭാരങ്ങളെ ഇറക്കി വെക്കുക എന്നാണ് ഇത്രയും പറഞ്ഞത്. നമ്മൾ എന്തൊക്കെയാണ് ഭാരങ്ങൾ കരുതി വച്ചിരിക്കുന്നത്? നമുക്ക് രണ്ട് ഭാരങ്ങൾ, രണ്ട് ചുമലുമായി ഉണ്ട് അല്ലേ? ഞാൻ സ്ഥിരമായി പറയാറുള്ള കാര്യമാണ്. റൈറ്റും ലെഫ്റ്റും ചുമലിൽ നമ്മൾ ഭൂതകാലത്തെയും ഭാവിയെയും ചുമന്നുകൊണ്ടാണ് പോകുന്നത്. അപ്പോൾ ഭാരമേറിയ വസ്തുവായിട്ടാണ് നമ്മൾ യാത്ര തിരിക്കുന്നത്. പകരം ഭാരം ഇറക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അനായാസേന പോകാൻ പറ്റും. അതിനുള്ള ഒരു കാര്യമാണെന്ന് പറയുന്നത്, ഭൂതകാലത്തെ വേദനകളിൽ നിന്നും മോചനം നേടണം എന്നുള്ളത്. ഇന്നത്തെ വിഷയം മാപ്പ് കൊടുക്കുക എന്നുള്ളതാണ്. Forgiveness is the most important tools in our life. There is no love without forgiveness and there is no forgiveness without love. വളരെ പ്രശസ്തമായ ഒരു കോട്ടാണിത്. വളരെയധികം ശ്രദ്ധിക്കണം. ഫോർഗീവ്നെസ് ഇല്ലാതെ സ്നേഹമില്ല, സ്നേഹമില്ലാതെ ഫോർഗീവ്നെസ്സും ഉണ്ടാവില്ല. മാപ്പ് കൊടുക്കുക എന്നത് ഒരു തടവുകാരനെ മോചിപ്പിക്കുകയും ആ തടവുകാരൻ നിങ്ങളായിരുന്നു എന്ന് കണ്ടെത്തുകയുമാണ് എന്ന് ലൂയി ഹേ തൻ്റെ ആർട്ട് ഓഫ് ഫോർഗീവ്നെസ് എന്ന പുസ്തകത്തിൽ പറയുന്നു. മഹാഭാരതത്തിൽ ഫോർഗീവ്നെസ് പറ്റി പറയുന്ന കാര്യം, വൺ ഷുഡ് ഫോർഗീവ് അണ്ടർ എനി ഇഞ്ചുറി എന്നാണ്. അത് എന്ത് സാഹചര്യത്തിൽ, എന്ത് വേദനകളായാലും ശരി, ഇഫ് യു വാണ്ട് ടു സീ ദ ബ്രേവ്, ലുക്ക് അറ്റ് ദോസ് ഹൂ ക്യാൻ ഫോർഗീവ് എന്ന്. അത്രയും ലളിതമാണ്. നമ്മൾ മറക്കാത്തിടത്തോളം കാലം, നമ്മൾ പുറത്തു കൊടുക്കാത്തിടത്തോളം കാലം ഈ ഭാരം
നമ്മളിൽ തന്നെയാണ് ഉള്ളത് എന്ന തിരിച്ചറിവ്. എന്തിനാണ് വെറുതെ അനാവശ്യ ഭാരവും കയറിക്കൊണ്ട് നമ്മൾ പോകുന്നത്? ആവശ്യമില്ലല്ലോ അല്ലേ? അപ്പോൾ നമ്മൾ ഭാരം ഒഴിവാക്കി കൊണ്ട് പോകുമ്പോൾ നമുക്ക് കൂടുതൽ മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ള. നമ്മൾ പൊതുവെ ഞാനൊരു കഥ പറഞ്ഞു പോകാം, പെട്ടെന്ന് പറഞ്ഞു പോകാം, ചെറുതായിട്ട് പോകാം. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, സ്കൂളിൽ കുട്ടികൾക്കായി നൽകിയ ഒരു പൊട്ടറ്റോവിൻ്റെ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? നിങ്ങൾക്ക് എത്ര പേർക്ക് എങ്ങനെയാ കഥ കേട്ടിട്ടുണ്ടാവും? അതുകൊണ്ട് ഞാൻ വീണ്ടും അത് ആവർത്തിക്കുന്നില്ല. എങ്കിലും ഇത്തരം പൊട്ടറ്റോകൾ അല്ലെങ്കിൽ തക്കാളികൾ ബാഗിൽ കരുതി പോകുന്ന അവസ്ഥ നമ്മൾക്കും ഉണ്ടാവില്ലേ? ഉണ്ടാവും. ആ അവസ്ഥ ഇല്ലാതിരിക്കാൻ ഒരു സാധനത്തെയും എടുത്തു വെച്ച് സൂക്ഷിച്ച് വെക്കരുത് എന്ന് മാത്രം അറിയിച്ചുകൊണ്ട് ഫോർഗീവ്നെസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക തന്നെ വേണം. 100% ചെയ്യുക തന്നെ വേണം. ചെയ്യാത്തിടത്തോളം കാലം നിങ്ങൾക്ക് ഫലം ലഭിക്കില്ല എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഒരു യാത്ര പോകാം. വെറുപ്പും പകയും ദേഷ്യവുമൊക്കെ മനസ്സിൽ കൊണ്ട് നടക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ജീവിതത്തിൽ പുറത്തു കൊടുക്കലിൻ്റെ പ്രാധാന്യം എത്രത്തോളമുണ്ടെന്ന് നമ്മൾ ഈ പൊട്ടറ്റോയിൻ്റെ അല്ലെങ്കിൽ ടൊമാറ്റോയിൻ്റെയൊക്കെ കഥ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നതാണ് അല്ലേ? ജീവിതത്തെ വലിയ മാറ്റമുണ്ടാക്കാനായിട്ട് ഇതിലൂടെ നമുക്ക് സാധിക്കും. ഇതുപോലുള്ള കഥകൾ നമ്മൾ കേൾക്കുമ്പോൾ അത് സാധ്യമാകുമെന്ന്. മാപ്പ് കൊടുക്കൽ എന്ന് പറയുന്നത് നിങ്ങൾ ചിലപ്പോൾ ആൾക്കാർക്ക് തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നൊരു കാര്യമാണ്. മാപ്പ് കൊടുക്കുക എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുന്ന ഒരു ഔദാര്യമായി പലരും കരുതുന്നു. എങ്കിലൊരു കാര്യം മനസ്സിലാക്കുക, നാം നമുക്ക് വേണ്ടി ചെയ്യുന്ന വലിയൊരു കാര്യമാണ് മാപ്പ് കൊടുക്കൽ എന്നുള്ളത്. വളരെ ശക്തിയുള്ള സെൽഫ് ഹീലിംഗ് ടെക്നിക്കാണ്. നമ്മുടെ ജീവിതം തന്നെ മാറ്റാൻ വളരെ സഹായകമായ നിർണായകമായ ഒരു കാര്യമാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പുറത്തു കൊടുക്കാൻ സാധിക്കാത്ത കാര്യം ഉണ്ടാവില്ല. ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ അത് ചെയ്യുക തന്നെ വേണമെന്ന്. എന്തൊക്കെ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു, ജീവിതം എത്ര കലുങ്കുഷിതമായിരുന്നാലും നമ്മൾ അനുഭവിച്ച കാര്യത്തെ നമുക്ക് പുറത്തു കൊടുക്കാൻ സാധിക്കും. എങ്ങനെയാണ് പറ്റുക? എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത്, ഇപ്പോൾ തന്നെ മനസ്സിൽ ഇത്തരം കാര്യങ്ങളുണ്ടെങ്കിൽ, തോന്നിയിട്ടുണ്ടെങ്കിൽ, ഞാൻ ഒരു നിമിഷം നിങ്ങൾക്ക് വേണ്ടി തരാം. ഇപ്പോൾ തന്നെ നിങ്ങളുടെ മുമ്പിലിരിക്കുന്ന പെന്നും പേപ്പറും എടുത്ത് നിങ്ങളുടെ അനുഭവിച്ച ഏറ്റവും കാഠിന്യമേറിയ കാര്യം, നിങ്ങളിലുള്ള ദേഷ്യം, നിങ്ങളിലുള്ള സങ്കടം, മറക്കാനും പൊറുക്കാനും പറ്റാത്ത കാര്യത്തെ ഒന്ന് നിങ്ങൾ പെൻ പേപ്പറിൽ എഴുതി വെക്കുക. എഴുതി വെച്ചിട്ട് എത്രത്തോളം നിങ്ങൾക്കുണ്ട് എന്ന് നിങ്ങളൊന്ന് എഴുതി വെക്കുക. ആ പ്രാക്ടീസ് ചെയ്തിട്ട് അടുത്ത വീഡിയോ കാണുക. എന്തൊക്കെ നിങ്ങളുടെ അനുഭവത്തിലുണ്ട്, ജീവിതത്തിൽ അനുഭവിക്കുന്നുണ്ട്, എന്തൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു, ഇതെല്ലാം എൻ്റെ സുഹൃത്തുക്കൾ ഇപ്പോൾ തന്നെ നിങ്ങളുടെ കയ്യിലുള്ള പുസ്തകത്തിൽ എഴുതി വെക്കുക. എഴുതാൻ നിങ്ങൾക്ക് സാധിക്കില്ലെന്നറിയാം, കാരണം എഴുതുമ്പോൾ നിങ്ങൾ വിങ്ങി പൊട്ടിപ്പോകും. സാരമില്ല, കാരണം ഭാരം ഇറക്കി വെക്കാൻ തയ്യാറായ നമുക്ക് ഇതൊക്കെ ആവശ്യമാണ്. അതുകൊണ്ട് ഭാരം ഇറക്കി വെക്കാൻ വേണ്ടി മാത്രം നിങ്ങൾ എഴുതി വെക്കുക ഇപ്പോൾ തന്നെ. എന്നിട്ട് അടുത്ത വീഡിയോയിൽ ബാക്കി കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം. ഓക്കെ, എഴുതിയിട്ട് തിരിച്ചു വരിക. താങ്ക് യു.